വാട്ട് ഈസ് റിയാലിറ്റി? എന്തൊരു പൊട്ട ചോദ്യമാണല്ലേ. നമ്മൾ ഈ കാണുകയും കേൾക്കുകയും നമ്മുടെ എവറിഡേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് റിയാലിറ്റി എന്ന് പറയാം. പക്ഷെ നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും നമ്മൾ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ റിയൽ ആണ്? റിയാലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് റിയൽ ആൻഡ് ദാറ്റ് ട്രൂലി എക്സിസ്റ്റ് എന്നുള്ളതിനെ നമുക്ക് റിയാലിറ്റി എന്നും, റിയാലിറ്റി അല്ലാത്തതിനെയൊക്കെ ഈ ഒരു വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഇല്യൂഷൻ എന്നും വിളിക്കാം. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് നോട്ട് റിയൽ ബട്ട് വി പെർസീവ് ആസ് റിയൽ. അതായത് റിയൽ അല്ലാത്ത എങ്കിൽ നമ്മൾ റിയൽ എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് ഇല്യൂഷൻ എന്നും വിളിക്കാം. 2015 ഇൻ്റർനെറ്റിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സായിരുന്നു ആ ഡിബേറ്റിന് കാരണം. ചോദ്യം ഇതായിരുന്നു, ഈ ഡ്രസ്സിൻ്റെ കളേഴ്സ് എന്തൊക്കെയാണ്? ഒരു വിഭാഗം ആൾക്കാർ വിശ്വസിച്ചു ഇതിൻ്റെ കളർ വൈറ്റ് ആൻഡ് ഗോൾഡ് ആണ് എന്ന്. മറ്റൊരു വിഭാഗക്കാർ പറഞ്ഞു ഇതിൻ്റെ നിറം ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ് എന്നുള്ളത്. ഇത് പോസ്റ്റ് ചെയ്ത ഓൺലൈൻ സൈറ്റിൽ ഒരു പോൾ നടത്തുകയുണ്ടായി. ഓൾമോസ്റ്റ് 4 മില്യൺ ആൾക്കാരുടെ റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ട് 57% ഓഫ് ആൾക്കാർ പറഞ്ഞു ഇതിൻ്റെ കളർ വൈറ്റ് ആൻഡ് ഗോൾഡ് ആണ്. 43% പറഞ്ഞു ഇത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ്. ഇതൊരു വലിയ നമ്പേഴ്സാണ്, ഓൾമോസ്റ്റ് ഈക്വൽ. ശരിക്കും ഈ ഡ്രസ്സിൻ്റെ കളർ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആയിരുന്നു. എന്നിട്ടും പകുതിയിലും കൂടുതൽ 57% ഓഫ് ആൾക്കാരും ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതിൻ്റെ കാരണം ക്രോമാറ്റിക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് ഒരു ഭാഗത്തുള്ള ലൈറ്റിനെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ ബ്രെയിൻ നമ്മൾ കാണുന്നതിനെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ വൈറ്റ് ആൻഡ് ഗോൾഡ് എന്ന് പറഞ്ഞ ആൾക്കാർ അവരുടെ ബ്രെയിൻ അസ്യൂം ചെയ്തു ഈ ഡ്രസ്സ് ഇരിക്കുന്ന ഒരു ഷെയ്ഡിലാണ്. അങ്ങനെ അസ്യൂം ചെയ്തതുകൊണ്ട് അവരുടെ ബ്രെയിൻ അവർക്ക് സിഗ്നൽ കൊടുത്തു ഈ ഡ്രസ്സിൻ്റെ കളർ വൈറ്റ് ആൻഡ് ഗോൾഡ് ആണ്. മറ്റുള്ളവർ അസ്യൂം ചെയ്തു ഈ ഡ്രസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവർ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആയിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആക്ച്വലി റിയൽ ആണ് എന്നുള്ളത്? ഒരു എക്സാമ്പിൾ കൂടെ പറയാം. നമ്മളൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദുസ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു സ്വപ്നം ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, ഒരു വലിയ ഹൈറ്റുള്ള സ്ഥലത്തുനിന്ന് അവർ താഴേക്ക് വീഴുന്നത് പോലെ. ഒന്നിൽ ഈ വീഴുന്ന പോയിന്റിൽ അല്ലെങ്കിൽ താഴേക്ക് പതിക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഇവർ ഞെട്ടി ഉണരുമ്പോൾ അവർ മനസ്സിലാക്കും ഓക്കെ അത് റിയൽ അല്ല, അത് വെറും സ്വപ്നമായിരുന്നു എന്നുള്ളത്. പക്ഷേ അവരുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും, കൈവെള്ളമൊക്കെ വിയർത്തിട്ടുണ്ടാവും. ഞാൻ ഏറ്റവും കൂടുതൽ പേഴ്സണലി കണ്ടിട്ടുള്ളൊരു സ്വപ്നമാണ് ഒന്നും പഠിക്കാതെ കോളേജിൽ ഒരു എക്സാമിന് പോകുന്നതായിട്ട്. ഉറക്കത്തിൻ്റെ ഞെട്ടി എന്തെങ്കിലുമാണ് മനസ്സിലാവുക, സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഇപ്പോഴും ആ ഒരു പോയിന്റിലാണ് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു, എല്ലാം ഒരു ഇല്യൂഷനാണ്, റിയൽ അല്ല എന്നുള്ളത്. ദ ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ ഈ സ്വപ്നം കാണുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാം അത് റിയൽ അല്ല എന്നുള്ളത്? കാരണം സ്വപ്നം കാണുമ്പോൾ നമുക്കത് വളരെ റിയൽ ആണ്. ഉണരുന്ന പോയിന്റിൽ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക ഇതൊന്നും റിയൽ അല്ലായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ ഈ ലൈഫ് ഇതും ഒരു സ്വപ്നമല്ല എന്ന് നമുക്കെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? കാരണം നമ്മളൊരു ഇല്യൂഷനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും മനസ്സിലാവില്ല അതൊരു ഇല്യൂഷനാണ് എന്നുള്ളത്. നമ്മൾ ആ ഒരു ഇല്യൂഷൻ ബ്രേക്ക് ചെയ്ത് ഉണരുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിയൽ എന്നുള്ളത്. സോ ഈ വീഡിയോയിൽ നമ്മൾ റിയാലിറ്റിയിൽ തന്നെ എന്തൊക്കെയാണ് റിയൽ എന്നും ഇല്യൂഷൻ എന്നും മനസ്സിലാക്കാൻ പോവുകയാണ്. വെൽക്കം ടു ദ റാബിറ്റ് ഹോൾ. റിയാലിറ്റി ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരുപാട് ഫിലോസഫേഴ്സും സയൻറ്റിസ്റ്റുകളും ഒക്കെ ഡിബേറ്റ് ചെയ്യുന്നതും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ദ നേച്ചർ ഓഫ് റിയാലിറ്റി. റിയാലിറ്റി ഈസ് ലൈക്ക് എ ഫ്രാക്ടൽ എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ എത്രത്തോളം ഡീപ്പറായിട്ട് പോകുമോ അത്രയും കൂടുതൽ ലെയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു കോംപ്രിഹെൻസീവ് ഐഡിയ കിട്ടുന്ന രീതിയിലാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓവർ സിംപ്ലിഫൈയും ചെയ്യുന്നില്ല, ഓവർ കോംപ്ലിക്കേറ്റഡോ ആകുന്നില്ല. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ഈ ടോപ്പിക്കിനെ 3 ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 സെഗ്മെൻറ്റ്സ് ആയിട്ട്: ഒബ്ജക്റ്റീവ് റിയാലിറ്റി, സബ്ജക്റ്റീവ് റിയാലിറ്റി ആൻഡ് ഇൻ്റർസബ്ജക്റ്റീവ് റിയാലിറ്റി. ചാപ്റ്റർ 1, ഒബ്ജക്റ്റീവ് റിയാലിറ്റി. ഇറ്റ് ഈസ് ദ റിയാലിറ്റി ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഹ്യൂമൻ മൈൻഡ്. അതായത്
നമ്മൾ മനുഷ്യരുടെ ബിലീഫ്സിനും പെർസെപ്ഷനും ഒക്കെ അതീതമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന വസ്തുക്കളെയും വസ്തുതകളെയുമാണ് നമ്മൾ ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾസ് എടുക്കാനാണെങ്കിൽ നമുക്കൊരു കോസ്മിക് സ്കെയിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗാലക്സീസ്, ബ്ലാക്ക് ഹോൾസ്, പ്ലാനറ്റ്സ്, സ്റ്റാർസ്, കോമറ്റ്സ്, ആസ്ട്രോയിഡ് ബെൽറ്റ്സ്, ഒരുപാട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്കത് കാണാൻ കഴിയുമെങ്കിലും നമ്മളതിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. കുറച്ചുകൂടി സൂം ചെയ്ത് ഭൂമിയിലോട്ട് വന്ന പുഴകൾ, മരങ്ങൾ, അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ, നിങ്ങളുടെ മുറിയിൽ കിടക്കുന്ന ടേബിൾ, ചെയർ, ബേസിക്കലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും, ഇതിലൊക്കെ നമുക്ക് വലിയ സംശയമൊന്നുമില്ല ഇതൊക്കെ ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണോ എന്നുള്ളത്. കാരണം നമുക്കത് നമ്മുടെ കണ്ണുകൊണ്ട് വളരെ സിമ്പിളായിട്ട് കാണാം. ഇനി കുറച്ചുകൂടെ നമ്മളൊരു മൈക്രോസ്കോപ്പിക് സ്കെയിലേക്ക് പോയാൽ കുറച്ചുകൂടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ആറ്റംസ്, മോളിക്യൂൾസ്, ബാക്ടീരിയ, വൈറസ്, ഈ പറഞ്ഞ വസ്തുക്കളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. പക്ഷേ ഇതൊക്കെ വസ്തുതകളാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ബാക്ടീരിയ, വൈറസ് ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കോവിഡ് സമയത്ത് ഒരു വൈദ്യനുണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹം ഇൻ്റർവ്യൂവിലൊക്കെ പോയിരുന്നു പറയുകയുണ്ടായി, ഈ വൈറസ് എന്നൊക്കെ പറയുന്നത് കെട്ടുകഥയാണ്, ഇങ്ങനെ ഒന്നുമില്ല, മോഡേൺ സയൻസിൻ്റെ ചതിയാണ് ഈ വൈറസ് എന്ന് പറഞ്ഞ് വാക്സിൻസൊക്കെ പുഷ് ചെയ്യുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം കോവിഡ് ബാധിച്ച് മരണപ്പെടുകയുണ്ടായി. അതായത് നമ്മൾ എന്ത് വിശ്വസിച്ചാലും നമുക്കതിനെ കാണാൻ കഴിയുമെങ്കിലും ഇല്ലെങ്കിലും ഒബ്ജക്റ്റീവ് റിയാലിറ്റി എക്സിസ്റ്റ് ആസ് ഇറ്റ് ഈസ്. ഇതിന് മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി നമുക്ക് ഇപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ കുറച്ച് വസ്തുക്കളാണ്. അതുമാത്രം അല്ല ഒബ്ജക്റ്റീവ് റിയാലിറ്റി. നമ്മുടെ ഈ പ്രപഞ്ചത്തിനെ ഗവേൺ ചെയ്യുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. അതിനെ യൂണിവേഴ്സൽ ലോസ് എന്ന് പറയും. എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഗ്രാവിറ്റി. നിങ്ങളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മോഡിൽ കയറി താഴേക്ക് ചാടുകയാണെങ്കിൽ 9.8 m/s² ആക്സിലറേഷനിൽ താഴേക്ക് വീഴും എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്. നമ്മൾ ആര് ചാടി, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റ് ചാടിയാലും ഒരു ഭിക്ഷക്കാരൻ ചാടിയാലും അമേരിക്കയിൽ നിന്ന് ചാടിയാലും കേരളത്തിലെ ഒരു വില്ലേജിൽ നിന്ന് ചാടിയാലും ഈ നിയമം എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. ഇതുപോലെ ഒരുപാട് നിയമങ്ങളുണ്ട്, യൂണിവേഴ്സൽ ലോസ് ഉണ്ട്. ഇപ്പം ഒരു ചൂട് കപ്പ് ചായ നമ്മളെടുത്ത് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചൂടിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലേ, അതൊരു റൂം ടെമ്പറേച്ചറിലേക്ക് എത്തുന്നതും വരെ. അതിനെ ഗവേൺ ചെയ്തത് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്, ലോസ് ഓഫ് മോഷൻ, ലോസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പം ഇത് ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഈസ് ഗവേൺഡ് ബൈ ഫിസിക്സ്, കോഡഡ് ബൈ കെമിസ്ട്രി ആൻഡ് ആനിമേറ്റഡ് ബൈ ബയോളജി. അതായത് നമുക്ക് ഈ ഒബ്ജക്റ്റീവ് റിയാലിറ്റി അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ടൂൾ വളരെ അത്യാവശ്യമാണ്. ആ ടൂളിൻ്റെ പേരാണ് സയൻസ്. ചാപ്റ്റർ 2, സബ്ജക്റ്റീവ് റിയാലിറ്റി. ഇറ്റ് ഈസ് ദ ഇൻറ്റേർണൽ എക്സ്പീരിയൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ റിയാലിറ്റി. നമ്മൾ എന്തായിരുന്നു ഒബ്ജക്റ്റീവ് റിയാലിറ്റി പറഞ്ഞത്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സബ്ജക്റ്റീവ് റിയാലിറ്റി. നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, നമ്മളതിനെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് സബ്ജക്റ്റീവ് റിയാലിറ്റി. അത് വളരെ ഇൻഡിവിജ്വൽ പെർസെപ്ഷൻസ് അനുസരിച്ചിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ബസ് സ്റ്റോപ്പിൽ 3 പേര് വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു ബ്രൈഡ്, ഒരു ഫാർമർ ആൻഡ് ഒരു പോയറ്റ്. പെട്ടെന്ന് അവിടെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഈ ഫാർമർ വിത്തൊക്കെ വിതച്ചിട്ട് പുള്ളി ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്യാൻ തുടങ്ങിയതും പുള്ളി വളരെ ഹാപ്പി ആവുന്നു, പുള്ളി ഒരുപാട് ഹോപ്പ്ഫുൾ ആവുന്നു ഫ്യൂച്ചറിനെ പറ്റിയിട്ട്. പുള്ളിക്കതൊരു വലിയൊരു ആശ്വാസമായി ഈ മഴ പെയ്യുന്നു. ഈ ബ്രൈഡിനെ സംബന്ധിച്ച് പുള്ളിക്കാരുടെ വിവാഹം വൈകുന്നേരം നടക്കാനുള്ളതായിരുന്നു. അതൊരു ഔട്ട്ഡോർ വെഡ്ഡിങ് ആയിരുന്നു. ഇപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്ക് അവിടെ മുഴുവൻ ചള്ളയായി, വിവാഹം കുളമാവുമോ എന്നുള്ള ആങ്സൈറ്റി, ടെൻഷൻ, സ്ട്രെസ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ആ ഒരു മഴ എന്ന് പറയുന്ന ഒരു വളരെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. പോയറ്റിനെ സംബന്ധിച്ച് പുള്ളി മഴ പെയ്യാൻ തുടങ്ങിയപ്പം പണ്ട് പുള്ളിയുടെ കാമുകിയുമായിട്ട് പുള്ളി മഴയത്ത് നനഞ്ഞ് നടന്ന കാര്യങ്ങൾ ഓർക്കുകയും നൊസ്റ്റാൾജിയ അടിച്ച് ഒരു പോയം എഴുതാൻ വളരെ ഇൻസ്പയർഡ് ആവുകയും ചെയ്തു. ഇവിടെയുള്ള ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ മഴ പെയ്തു, മഴ പെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി. ക്ലൗഡ്സ് വരുന്നു, അതിൽ നിന്ന് കുറച്ച് വെള്ളം H2O താഴേക്ക് വീഴുന്നു. പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ 3 വ്യത്യസ്തമായ ആൾക്കാർ ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോൾ 3 പേരും അതിനെ 3 രീതിയിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഒബ്ജക്റ്റീവ് റിയാലിറ്റി അല്ല. ഒബ്ജക്റ്റീവ് റിയാലിറ്റിയുടെ ഒരു ഫിൽറ്റേർഡ് ഔട്ട് വേർഷനാണ് നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ അതിൻ്റെ ട്രൂ സെൻസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളതിന് മെയിനായിട്ട് 2 ബാരിയേഴ്സാണുള്ളത്. ഫസ്റ്റ് ബാരിയർ പെർസെപ്ച്വൽ ബാരിയർ. നമ്മുടെ സെൻസറി ലിമിറ്റേഷൻസിനെയാണ് നമ്മൾ പെർസെപ്ച്വൽ ബാരിയർ എന്ന് പറയുന്നത്. അതായത് വി ആർ ലിമിറ്റഡ് ബൈ അവർ ബയോളജി. നമുക്ക് നമ്മുടെ സറൗണ്ടിങ്ങിനെ മനസ്സിലാക്കാനും ഇൻട്രാക്ട് ചെയ്യാനും പ്രാഥമികമായിട്ടും 5 സെൻസസ് ആണുള്ളത് അല്ലേ? ഹിയറിംഗ്, സൈറ്റ്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്.
ഒരുപക്ഷെ ഈ 5 സെൻസ് കൊണ്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റാവുന്നതിലും അതീതമായിട്ട് എന്തൊക്കെയോ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലോ? ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു പൂന്തോട്ടത്തിലേക്ക് പോയി നമ്മളൊരു പൂവിലേക്ക് നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കാണുന്നത് പോലെയല്ല ഒരു ഹണി ബി ആ പൂവിനെ കാണുന്നു. നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് ടോട്ടൽ ലൈറ്റിൻ്റെ 0.0035% മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വിസിബിൾ ലൈറ്റ് ബാൻഡിലെ ലൈറ്റ് മാത്രമാണ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുക. എന്നാൽ ആനിമൽ കിങ്ഡത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹണി ബീസിന് അൾട്രാവയലറ്റ് കാണാൻ പറ്റുന്നത് പോലെ പാമ്പുകൾക്ക് ഇൻഫ്രാറെഡിൽ അവർക്ക് ഹീറ്റ് സിഗ്നേച്ചേഴ്സ് സെൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് മനുഷ്യർക്ക് ലൈറ്റിന് 3 കളർ കോൺസ് ആണുള്ളതെങ്കിൽ മാൻഡിസ് ഷ്രിംപ്സിന് 12 കൂടുതൽ കളർ കോൺസ് ആണുള്ളത്. അപ്പോൾ നമ്മളൊക്കെ കാണുന്ന ലോകം തന്നെ വളരെ ഡിഫറെൻ്റാണ്. ഇത് കാഴ്ചയുടെ കാര്യത്തിൽ മാത്രമല്ല, കേൾവിയുടെ കാര്യത്തിലെടുത്താൽ നമുക്ക് കേൾക്കാൻ കഴിയുക 0.0005% ഓഫ് സൗണ്ട് വേവ്സ് മാത്രമാണ്, 20 Hz to 20 kHz. അൾട്രാസോണിക് സൗണ്ടിൽ കേൾക്കാൻ കഴിയുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട്. ബാറ്റ്സ്, റോഡൻസ്, എലികൾ. ഇവർക്കൊക്കെ നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നതിലും കൂടുതൽ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം കേൾക്കാൻ പറ്റും. ഈവൻ ഡോഗ്സ്. ഇനിയും ചില മൃഗങ്ങൾക്ക് ഇൻഫ്രാസോണിക് സൗണ്ട്സ് കേൾക്കാൻ പറ്റും. അതായത് എലിഫൻസ് ഒക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നതിലും താഴെയുള്ള ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകൾ ഉണ്ടാക്കാറുണ്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നമുക്കത് കേൾക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ. ഇനിയും ഈ ഹിയറിങ്ങും ഇതൊക്കെ മാത്രമല്ല, ചില ഷാർക്സ്, ഹാമർ ഹെഡ് ഷാർക്സ് എന്ന് പറയുന്ന ഷാർക്സിന് ഇലക്ട്രിക് ഫീൽഡ് സെൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതായത് മറ്റ് മീനുകളുടെ മസിൽ കോൺട്രാക്ഷൻസിൽ നിന്ന് ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് വരെ സെൻസ് ചെയ്യാൻ പറ്റുന്ന മൃഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിനെയൊക്കെയാണ് നമ്മൾ പെർസെപ്ച്വൽ ബാരിയർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചുറ്റും ഉള്ള റിയാലിറ്റിയിൽ നിന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ്. രണ്ടാമത്തെ ബാരിയറാണ് കോഗ്നിറ്റീവ് ബാരിയർ. നമുക്ക് ഈ കിട്ടുന്ന ലിമിറ്റഡ് സെൻസറി ഇൻപുട്ട് പിന്നെ നേരെ പോകുന്നത് നമ്മുടെ ബ്രെയിനിലേക്കാണ്. നമ്മുടെ ബ്രെയിൻ ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്കതിൻ്റെ ഇൻപുട്ട് വരേണ്ടത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ബ്രെയിൻ ഇതിനെ ക്ലിയറായിട്ട് പ്രോസസ്സ് ചെയ്തൊരു ഡയറക്റ്റ് ഇൻപുട്ട് അല്ല തരുന്നത്. ബ്രെയിൻ അതിൽ കുറച്ച് എഡിറ്റിംഗ് നടത്താറുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ ബ്രെയിൻ കുറച്ച് ലാഗിങ് ആണ് ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ. 80 to 100 milliseconds ഒരു ലാഗ് വരുന്നുണ്ട് നമ്മുടെ ബ്രെയിൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന റിയാലിറ്റിയെ പ്രോസസ്സ് ചെയ്യാൻ. ഈ ടേബിൾ ടെന്നീസൊക്കെ കളിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ശരിക്കും ആ ബോളിൻ്റെ കറക്റ്റ് പൊസിഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടല്ല നമ്മൾ ആ ബോളിൽ ഹിറ്റ് ചെയ്യുന്നത്. ആ ബോള് നമ്മൾ അടുത്തേക്ക് വരുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ നമ്മുടെ ബ്രെയിൻ ഇതിൻ്റെ പ്രൊജക്റ്റൈൽ പ്രെഡിക്റ്റ് ചെയ്യും. അങ്ങനെ ആ പ്രഡിക്ഷൻ ബേസിസിലാണ് നമ്മൾ ഹിറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും പാസ്റ്റ് ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് റിയാലിറ്റിയെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മളുടെ ഫീൽഡ് ഓഫ് വിഷനിൽ ആക്ച്വലി ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആ ബ്ലൈൻഡ് സ്പോട്ടിനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം നമ്മുടെ ബ്രെയിൻ ഇവോൾവ് ആയിട്ടുള്ളത് റിയാലിറ്റിയെ എന്താണോ അത് അങ്ങനെ തന്നെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ സർവൈവ് ചെയ്യാനും പ്രോക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ബ്രെയിൻ ഇവോൾവ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രെയിനിന് അതിൻ്റേതായിട്ടുള്ള കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. കൺഫർമേഷൻ ബയാസ്, പാറ്റേൺ റെക്കഗ്നിഷൻ, ഫ്രെയിമിംഗ് ഇഫക്റ്റ്, അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ മറ്റൊരു വീഡിയോയ്ക്കുള്ള ടോപ്പിക്കാണ്. എങ്കിലും കൺഫർമേഷൻ ബയസിനെ പറ്റി മാത്രമേ ഞാൻ പറയാം. കൺഫർമേഷൻ ബയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ ഒപ്പീനിയൻസിനും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ മാത്രമായിരിക്കും എപ്പോഴും നമ്മൾ ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത്. ഇപ്പം ന്യൂസ് ചാനൽസ് മാത്രം നോക്കിയാൽ ഈ ജനം TV എന്ന് പറയുന്ന ചാനലിലൊക്കെ കാണിക്കുന്ന ന്യൂസിന് കൂടുതലും അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു RSS അങ്ങനെയൊക്കെ ഒരു പൊളിറ്റിക്കൽ ചായ്വുള്ള ആൾക്കാരായിരിക്കും. മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിലുള്ളത് കുറച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കായിരിക്കും അവരുടെ ന്യൂസുമായിട്ട് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഇതിനൊക്കെ കാരണം കൺഫർമേഷൻ ബയസാണ്. കാരണം നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, നമ്മളുടെ ഓൾറെഡി ഉള്ള നമ്മുടെ ഒപ്പീനിയൻസ് എന്താണോ അതിനോട് യോജിക്കുന്ന ഇൻഫർമേഷൻ മാത്രമേ നമ്മളെപ്പോഴും റിയാലിറ്റിയായിട്ട് എടുക്കൂ. ഇതൊക്കെ ബ്രെയിനിൻ്റെ കുറച്ച് ബേസിക് സ്വഭാവമാണ്. അപ്പോൾ ഇതിനെയൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് സബ്ജക്റ്റീവ് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നിയിട്ടുള്ളൊരു സംശയമായിരിക്കും, അങ്ങനെയാണെങ്കിൽ മനുഷ്യരെല്ലാവരും ഈ ഒരു ഫിൽറ്റേർഡ് ഔട്ട് വേർഷൻ ഓഫ് റിയാലിറ്റിയിലാണോ ജീവിക്കുന്നത്, ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആരും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്നുള്ളത്. നമുക്ക് നമ്മുടെ ഈ ബയാസുകളെ കംപ്ലീറ്റ്ലി ഓവർകം ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിൻ ഇവോൾവ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഞാൻ ഈ പറഞ്ഞ പെർസെപ്ച്വൽ ബാരിയറിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏറെക്കുറെ നമുക്ക് നമ്മുടെ കോഗ്നിറ്റീവ് ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാൻ പറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളുണ്ട്. അതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ കുറേ സൂപ്പർസ്റ്റിഷൻസും മന്ത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇൻട്രോസ്പെക്ഷൻ ആൻഡ് മെഡിറ്റേഷൻ.
നമ്മുടെ ബിലീഫ്സിനെയും ഫിയേഴ്സിനെയും ഒപ്പീനിയൻസിനെയും ഒക്കെ നമ്മൾ വാച്ച് ചെയ്യുകയും ത്രൂ മെഡിറ്റേഷൻ നമ്മുടെ മൈൻഡിനെ സ്റ്റില്ലായിരിക്കാൻ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിൽ കൂടെ ഏറെക്കുറെ റിയാലിറ്റി എന്താണോ അത് അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആവും. ചാപ്റ്റർ 3 ഇൻ്റർസബ്ജക്റ്റീവ് റിയാലിറ്റി. സബ്ജക്റ്റീവ് റിയാലിറ്റി നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിയാലിറ്റിയാണ് നമ്മൾ സബ്ജക്റ്റീവ് റിയാലിറ്റി ആയിട്ട് പറഞ്ഞത് അല്ലേ? എന്നാൽ ഒരു കൂട്ടം ആൾക്കാരുടെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിയാലിറ്റിയാണ് ഇൻ്റർസബ്ജക്റ്റീവ് റിയാലിറ്റി. അതായത് ഇറ്റ് ഈസ് ബിൽറ്റ് ഓൺ ദ ഷെയർഡ് ബിലീഫ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇസ്രായേലി ഹിസ്റ്റോറിയൻ ആൻഡ് റൈറ്ററായ യുവൽ നോവ ഹറാരി അദ്ദേഹം എഴുതിയ പുസ്തകം സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന പുസ്തകത്തിൽ ഇൻ്റർസബ്ജക്റ്റീവ് റിയാലിറ്റിയെ പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഇതിനെ വിളിക്കുന്നത് ഇമാജിൻ റിയാലിറ്റി ഓർ ഷേർഡ് മിത്ത് എന്നാണ്. അദ്ദേഹം അതിനെ ഷേർഡ് മിത്ത് എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനുഷ്യരുടെ ഹിസ്റ്ററി ചെറുതായിട്ടൊന്ന് പരിശോധിക്കണം. ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഹണ്ടർ ഗാദറേഴ്സായിട്ട് ജീവിച്ച നമ്മുടെ ആൻസസ്റ്റേഴ്സിൽ നിന്നും ഇന്ന് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മനുഷ്യർ കടന്നുപോയിട്ടുള്ള കുറേ കോർ ഇവൻസ് ഉണ്ട്. കോഗ്നിറ്റീവ് റെവല്യൂഷൻ, അഗ്രികൾച്ചറൽ റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ടെക്നോളജിക്കൽ റെവല്യൂഷൻ. അതിൽ ഈ കോഗ്നിറ്റീവ് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് അറൗണ്ട് 70,000 ഇയേഴ്സിന് മുൻപാണ്. അതുവരെ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയിൽ മൃഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമല്ലാതെ ജീവിച്ചിരുന്ന മനുഷ്യൻ പെട്ടെന്ന് നമുക്ക് കോഗ്നിറ്റീവ് എബിലിറ്റീസിലും നമ്മുടെ സെർബ്രൽ കപ്പാസിറ്റിയിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അത് കാരണം നമുക്ക് കുറേ പുതിയ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടി. കോംപ്ലക്സ് ലാംഗ്വേജ് യൂസ് ചെയ്യാനും ഇമാജിൻ ചെയ്യാനും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരാനും ഒക്കെ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ ഫിക്ഷണലായിട്ടുള്ള ഒരുപാട് സ്റ്റോറികൾ ഉണ്ടാക്കുകയും ഇഫക്റ്റീവ്ലി ഈ സ്റ്റോറീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കേപ്പബിളായി. അന്ന് കാലത്തെ മനുഷ്യർ സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഓരോ ശക്തികളെ വിശ്വസിക്കുകയും ദൈവങ്ങളിലും ഓരോ എൻറ്റിറ്റീസിലുമൊക്കെ വിശ്വസിച്ച് അങ്ങനെയുള്ളവയായിരുന്നു അവരുടെ കഥകൾ. എങ്കിൽ ഇന്ന് വന്ന് നിൽക്കുമ്പോൾ നമ്മളോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഫിക്ഷണൽ സ്റ്റോറീസും വളരെയധികം ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചുറ്റും നോക്കിയാൽ മണി, നേഷൻ, ലോ, കോർപ്പറേഷൻസ്, ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ നമ്മുടെ ഇമാജിനേഷനിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നവയാണ്. റിയാലിറ്റിയിൽ ഇവിടെ ഇതൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പറഞ്ഞുതരാം. നമ്മൾ രാജ്യങ്ങൾ, നേഷൻസിൻ്റെ കാര്യം എടുത്താൽ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന എന്നൊക്കെ പറയുന്നത് ഒബ്ജക്റ്റീവ് റിയാലിറ്റിയിൽ രാജ്യങ്ങളെന്ന് പറയുന്നൊരു വസ്തുവില്ല. അവിടെ ലാൻഡ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് 100 വർഷത്തിൽ കുറവ് ആയുസ് മാത്രമാണുള്ളത്. കുറച്ച് മനുഷ്യരുടെ കളക്റ്റീവായിട്ടുള്ള ഇമാജിനേഷനിലും എഗ്രിമെൻറ്റിലും മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ നേഷൻസ്. മണിയുടെ കാര്യം അത് തന്നെ. നമ്മളൊരു 500 രൂപയുടെ നോട്ട് എടുത്താൽ ഒരു കഷ്ണം കടലാസാണ്. ആ കടലാസിൽ നമ്മൾ കുറച്ച് പടം വരച്ചിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ പടം വരച്ചിട്ടുണ്ടാവും, കുറച്ച് മാർക്കിങ്സ് ഉണ്ടാവും. ഈ സാധനം നമുക്ക് തീ കത്തിക്കാനല്ലാതെ ഇതിന് ഒരു വിലയില്ല. പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ ഇതിൽ വിശ്വസിക്കുമ്പോൾ അതിന് ഒരു വിലയുണ്ടാവുന്നു. ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 1000 രൂപയുടെ നോട്ടൊക്കെ നിരോധിച്ചപ്പോൾ നമുക്കറിയാം. അതിന് മുൻപ് വരെ ആൾക്കാർ ആ ഒരു 1000 രൂപയ്ക്ക് കൊടുത്തിരുന്ന വിലയും ഇന്നൊരു 1000 രൂപ കിട്ടിയാൽ നമുക്ക് അതിനൊരു വിലയില്ല, വെറും ഒരു കഷ്ണം കടലാസ് മാത്രമാണ്. കാരണം ഇന്ന് ആൾക്കാർ വിശ്വസിക്കുന്നു അതിനൊരു വിലയില്ല എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ നിയമങ്ങളും ലോസും ഹ്യൂമൻ റൈറ്റ്സ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇമാജിനേഷനിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നവയാണ് നമ്മൾ ഇൻ്റർസബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് യുവൽ നോവ ഹറാറി ഇതിനെ ഇമാജിൻ റിയാലിറ്റി ഓർ ഷെയർഡ് മിത്ത് എന്ന് വിളിക്കുന്നത്. മറ്റ് മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ഈ ഇമാജിൻ റിയാലിറ്റീസാണ്. നമ്മൾ ഇമാജിൻ ചെയ്തെടുത്തിട്ടുള്ള ഈ ഫിക്ഷണൽ സ്റ്റോറീസ് ലൈക്ക് റിലീജിയൻ, ഗവൺമെൻറ്, മണി, ലോ, നേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ മനുഷ്യരെ കോർഡിനേറ്റ് ചെയ്യാനും കോപ്പറേറ്റ് ചെയ്യാനും ട്രേഡുകൾ നടത്താനും ഇന്ന് ഈ നിലയിലേക്ക് എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിന് എത്രയും പോസിറ്റീവ് സൈഡ് ഉണ്ടോ അതുപോലെ തന്നെ ഒരു ഡിസ്ട്രക്റ്റീവായിട്ടുള്ള സൈഡും ഈ പറഞ്ഞ സ്റ്റോറീസിനുണ്ട്. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഈ യുദ്ധങ്ങൾ നടക്കുന്നതൊക്കെ ഒന്നീ ബിലീഫ്സിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ നേഷൻസ് ബോർഡറിൻ്റെ പേരിൽ. പണ്ട് കാലത്ത് നമ്മൾ പേടിക്കേണ്ടിയിരുന്നത് ഒബ്ജക്റ്റീവ് റിയാലിറ്റിയിലുള്ള ത്രെറ്റ്സിനെ ആയിരുന്നെങ്കിൽ, അതായത് നമ്മുടെ സ്പീഷീസിൻ്റെ തന്നെ ഒരു എക്സ്റ്റിങ്ഷന് നമ്മൾ പേടിക്കേണ്ടിയിരുന്നത് ഒരുപക്ഷെ ഒരു ആസ്ട്രോയിഡ് വന്ന് ഭൂമിയിലേക്ക് ഇടിക്കുക അല്ലെങ്കിൽ ഒരു പാൻഡമിക് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ ജീവിതവും നമ്മുടെ പ്ലാനറ്റിൻ്റെ ഫ്യൂച്ചറും തന്നെ മാറ്റാൻ മാത്രം പവർഫുള്ളായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഇമാജിൻ റിയാലിറ്റി. അപ്പോൾ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ മനസ്സിലാക്കാൻ സയൻസ് എങ്ങനെ ആവശ്യമാണോ, സബ്ജക്റ്റീവ് റിയാലിറ്റിയെ മനസ്സിലാക്കാൻ ഇൻട്രോസ്പെക്ഷനും മെഡിറ്റേഷനും എങ്ങനെ ഹെൽപ്ഫുള്ളാണോ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഇമാജിൻ റിയാലിറ്റീസിനെ മനസ്സിലാക്കാൻ
നമ്മൾ കുറച്ച് സോഷ്യോളജി, കുറച്ച് ലിംഗ്വിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. എന്നാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി. അങ്ങനെ നമ്മൾ റിയാലിറ്റിയുടെ 3 ലെവൽസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ റിയാലിറ്റിയെ പറ്റിയിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഇല്യൂഷനെ പറ്റിയും പറയുകയുണ്ടായി, അതിൻ്റെ ഡെഫിനിഷനും. ഒബ്ജക്റ്റീവ് റിയാലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കൊരു സംശയമില്ലാതെ പറയാൻ ഇറ്റ് ഈസ് എ സോളിഡ് റോക്ക് ഫൗണ്ടേഷൻ ഓഫ് റിയാലിറ്റി. എല്ലാം വളരെ റിയലായിട്ടുള്ളവയാണ്. എന്നാൽ ഇൻ്റർസബ്ജക്റ്റീവ് റിയാലിറ്റി നോക്കുമ്പോൾ എന്തായിരുന്നു ഇല്യൂഷൻ്റെ ഡെഫിനിഷൻ? സംതിങ് ദാറ്റ് ഈസ് നോട്ട് റിയൽ ബട്ട് വി പെർസീവ് ആസ് റിയൽ. അത് നമ്മുടെ ചിന്തകളിൽ മാത്രം റിയലായിട്ടുള്ളവയാണ് ഇല്യൂഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഇൻ്റർസബ്ജക്റ്റീവ് റിയാലിറ്റിയെ നമുക്ക് ഇല്യൂഷൻ എന്ന് വിളിക്കേണ്ടി വരും. ഞാൻ അതിനെ വിളിക്കുന്നത് ദ സിസ്റ്റം അല്ലെങ്കിൽ മെട്രിക്സ് എന്നാണ്. ദ സിസ്റ്റം ഈസ് സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് ദ സിസ്റ്റം ഹാസ് എസ്. നമ്മളുടെയൊക്കെ ജീവിതം നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ പ്രീഓക്കുപ്പൈഡ് ആയിട്ടുള്ളത് ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയല്ല. എല്ലാം ഈ സിസ്റ്റത്തിനെ പറ്റിയാണ്. മണി, കരിയർ അല്ലെങ്കിൽ സൊസൈറ്റിയൽ സ്റ്റേറ്റസ്. നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചില ബിലീഫ്സിൻ്റെ പേരിൽ മറ്റൊരാളെ നമ്മൾ വെറുക്കുമ്പോൾ, നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ റിയലായിട്ടുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള നമ്മുടെ സമയമാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹെൽത്ത് വളരെ റിയലാണ്. നിങ്ങൾ എത്ര പേർ അത് സീരിയസ്ലി എടുക്കുന്നുണ്ട്? നമ്മുടെ സമയം ഗ്രാവിറ്റി പോലെ തന്നെ വളരെ റിയലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ടൈം. ആൻഡ് അവർ ടൈം ഈസ് എൻഡിങ് 1 മൊമെൻറ്റ് അറ്റ് എ ടൈം. വളരെ ചെറിയൊരു ജീവിതം മാത്രമാണ് നമുക്കുള്ളത്. ഞാൻ മറ്റൊരു കാര്യം കൂടെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നമ്മളൊരു ഉറക്കത്തിലായിരിക്കുമ്പോൾ നമ്മൾ സ്വപ്നം കാണുകയാണ് എന്നുള്ളത് നമ്മൾ അറിയില്ല. ആ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നമാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക. ഒരു ഇല്യൂഷനിലിരിക്കുമ്പോൾ അത് നമുക്ക് വളരെ റിയലായിരിക്കും. ആ ഒരു ഇല്യൂഷനിൽ നിന്ന് പുറത്ത് വരുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുക ദാറ്റ് ഇറ്റ് വാസ് എൻ ഇല്യൂഷൻ. ആൻഡ് ഈ സിസ്റ്റം ഒരു ഇല്യൂഷൻ ആണെങ്കിൽ നമ്മൾ വേക്കപ്പ് ചെയ്യുന്ന മൊമെൻറ്റിലായിരിക്കും ഒരുപക്ഷെ നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മൾ കണ്ടുകൊണ്ടിരുന്നതും നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നതും എല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റിയാലിറ്റി ഇതിൽ എങ്ങനെ കാണണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ചിന്തിക്കുക. റിയാലിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. സയൻസ്, ഇൻട്രോസ്പെക്ഷൻ ആൻഡ് മെഡിറ്റേഷൻ, ഹിസ്റ്ററി, ഫിലോസഫി. സോ ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ടായിരിക്കും ഞാൻ ഈ ചാനലിൽ മുന്നോട്ടുള്ള വീഡിയോസ് ചെയ്യുക. സോ ഈ ടോപ്പിക്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോയിൻറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. See you all in the next video. Thanks for watching.